വെൽക്കം ടു ലേണിനോ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MCQs ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം കുറേ ക്ലാസ്സസ് ആയിട്ട് നമ്മൾ നെറ്റ്വർക്ക്സിൻ്റെ കുറേ ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തന്നെ 2-3 MCQs നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. സോ ദിസ് ഇസ് ദ ഫൈനൽ സെറ്റ് ഓഫ് MCQs ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഫ്രം ദിസ് മൊഡ്യൂൾ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദി ഫുൾ ഫോം ഓഫ് TCP/IP? അതായത് TCP/IP എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് ഫോമിൻ്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ബാർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ, ട്രാൻസ്ഫർ കൺട്രോൾ പ്രോട്ടോകോൾ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ, സി ട്രാൻസ്മിഷൻ കമാൻഡ് പ്രോട്ടോകോൾ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ ആൻഡ് ട്രാൻസ്മിഷൻ വി നോ ദാറ്റ് ദ TCP/IP എന്ന് പറയുന്നത് പ്രോട്ടോകോൾ ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ഫുൾ ഫോം ഓഫ് TCP/IP പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഓർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ ആണ്. എന്താണ്? ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. അപ്പോൾ TCP/IP എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ ആണ് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2, which protocol is responsible for assigning IP addresses to the device on network? അതായത് ഏത് പ്രോട്ടോക്കോളാണ് നെറ്റ്വർക്കിലുള്ള ഡിവൈസസിൻ്റെ IP അഡ്രസ്സുകൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നതെന്നാണ്. അതായത് നെറ്റ്വർക്കിൽ നമുക്കറിയാം there will be various amounts of computers or systems that are connected, അല്ലെങ്കിൽ ഡിവൈസസ് ദാറ്റ് ആർ കണക്റ്റഡ്. അല്ല, അതിനൊക്കെ IP അഡ്രസ്സ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റി, ഏത് പ്രോട്ടോക്കോളിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ ഇതിൽ ഓപ്ഷൻ എ എന്ന് പറയുന്നത് DHCP, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് DNS, ഓപ്ഷൻ സി എന്ന് പറയുന്നത് HTTP ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് FTP. ഈ തന്നിരിക്കുന്ന പ്രോട്ടോകോൾസിൽ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ് IP അഡ്രസ്സുകൾ ഡിവൈസസിന് അസൈൻ ചെയ്ത് കൊടുക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് DHCP ആണ് കേട്ടോ. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? DHCP ആണ്. DHCP ആണ് എന്ത് ചെയ്യുക, ഈ പറയുന്ന നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസസിൽ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന IP അഡ്രസ്സ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ എന്നാണ്. എന്താണ്? ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് DHCP എന്ന് പറയുന്നത് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ ആണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഒരു നെറ്റ്വർക്കിൽ ഉണ്ടായിരിക്കുന്ന ഡിവൈസസിന് IP അഡ്രസ്സ് അസൈൻ ചെയ്ത് കൊടുക്കാനാണ് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ അഥവാ DHCP പ്രോട്ടോകോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ DNS എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി ഡൊമൈൻ നെയിം സെർവേഴ്സ്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് HTTP ആണ്, ഹൈപ്പർടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അതിനെയാണ് നമ്മൾ HTTP എന്ന് പറയുക. നെക്സ്റ്റ് വൺ D എന്ന് പറയുന്നത് FTP ആണ്, വിച്ച് ഈസ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3, which layer of the OSI model is responsible for error detection and correction? അതായത് നമുക്കറിയാം 7 layers of OSI model എന്ന് പറയുന്നത് അല്ലേ. സോ ഇതിൽ ഏത് ലെയർ ആണ് എറർ കറക്ഷൻ ആൻഡ് ഡിറ്റക്ഷൻ ഈ ഒരു വലിയൊരു ടാസ്ക് ചെയ്യുന്നത് ഏത് ലെയറിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആപ്ലിക്കേഷൻ ലെയർ, ഓപ്ഷൻ ബി ഡേറ്റ ലിങ്ക് ലെയർ, ഓപ്ഷൻ സി നെറ്റ്വർക്ക് ലെയർ ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറയുന്ന ട്രാൻസ്പോർട്ട് ലെയർ. ഇതിൽ ഏതൊക്കെ ഏത് ലെയറിലാണ് ഈ പറയുന്ന എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ OSI മോഡലിൽ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹോപ്പ് യു നോ ദി ആൻസർ. ആൻസർ എന്ന് പറയുന്നത് ഡാറ്റ ലിങ്ക് ലെയർ. നമുക്കറിയാം ഡാറ്റ ലിങ്ക് ലെയർ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പാക്കറ്റ് സ്വിച്ചിങ് ഒക്കെ ചെയ്യുന്ന ലെയർ ആണല്ലേ. സോ നമ്മുടെ പാക്കറ്റ്സിനകത്ത് എനി കൈൻഡ് ഓഫ് ഡേറ്റ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. ആൻഡ് ദെൻ എറർ ഡിറ്റക്ഷനും ചെയ്യുന്നത് ഡാറ്റ ലിങ്ക് ലെയറിലാണ് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4, which protocol is used for secure web browsing? Okay, secure web browsing നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സെക്യൂർ ആയിട്ട് നമുക്ക് വെബ് ബ്രൗസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് പ്രോട്ടോകോൾ ആണ് ഉപയോഗിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് HTTP, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് HTTPS, ഓപ്ഷൻ സി എന്ന് പറയുന്നത് FTP, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് SMTP. ഇതിൽ HTTP എന്ന് പറയുന്നത് എന്താണ്? നോർമലി ഒരു വെബ് ബ്രൗസർ ഒരു വെബ് സെർവറും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഡാറ്റ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ HTTP ഉപയോഗിക്കുന്നത്, വിച്ച് ഈസ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഓക്കെ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇനി HTTPS ആണെങ്കിലോ, ഇറ്റ് പ്രൊവൈഡ്സ് ദി സെക്യൂരിറ്റി ഫോർ ദി HTTP പ്രോട്ടോകോൾ. അപ്പോൾ അതെന്ന് പറയുമ്പോൾ എന്താണ്? HTTPS എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ markup. Okay, hypertext transfer protocol markup ആണ്, hypertext transfer protocol
സെക്യൂർ ആണ് എന്ത് HTTP എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് FTP. FTP എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ആൻഡ് ദെൻ SMTP ആണുള്ളത്. SMTP എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5. വിച്ച് പ്രോട്ടോകോൾ ഈസ് യൂസ്ഡ് ഫോർ സെൻഡിങ് ആൻഡ് റിസീവിങ് ഇമെയിൽ? ഇമെയിൽസ് നമ്മൾ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും നമ്മൾ ഏത് പ്രോട്ടോകോളാണ് ഉപയോഗിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോർമലി നമ്മൾ ഇമെയിൽസ് സെൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് കൈൻഡ് ഓഫ് പ്രോട്ടോകോൾ ആണ് നമ്മൾ ഉപയോഗിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് HTTP, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് HTTPS, ഓപ്ഷൻ സി എന്ന് പറയുന്നത് FTP, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് SMTP. അപ്പോൾ HTTP എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. HTTPS എന്ന് പറയുമ്പോൾ എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ ആണ്. FTP എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. ആൻഡ് SMTP എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദി സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അപ്പോൾ ഇതിൻ്റെ ആൻസർ മെയിൽ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യണമെങ്കിൽ എന്താണ്? മെയിലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോട്ടോകോൾ നമുക്ക് ആവശ്യമാണ് അല്ലേ? സോ SMTP ആണ് എന്ത് ചെയ്യുക? ഈ പറയുന്ന സെൻഡിങ് ആൻഡ് റിസീവിങ് ഇമെയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഏതാണ്? SMTP ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. TCP ഈസ് എ ഡാഷ് പ്രോട്ടോകോൾ. ഏത് കൈൻഡ് ഓഫ് പ്രോട്ടോകോൾ ആണ് TCP എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് കണക്ഷൻലെസ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് കണക്ഷൻ ഓറിയന്റഡ്, ഓപ്ഷൻ സി എന്ന് പറയുന്നത് സ്റ്റേറ്റ്ലെസ്, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് അൺറിലയബിൾ. ഈ പറയുന്ന 4 ഓപ്ഷനിൽ ഏതാണ് നമ്മുടെ TCP/IP പ്രോട്ടോകോൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം TCP/IP എന്ന് പറയുമ്പോൾ കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾസ് ആണ്. എന്താണ്? കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾസ് ആണ് എന്ത്? TCP പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. സോ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ആണ് കേട്ടോ. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. സോ TCP എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് ദി ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. ഈ ഒരു പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ. ഓക്കെ, ഇറ്റ് ഈസ് എ കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7. IP addresses are dash bytes long in IPv4. IPv4ൽ ഈ IP അഡ്രസ്സ് എത്ര ബൈറ്റ് ലോങ് ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, IPv4ന്റെ കേസിൽ IP അഡ്രസ്സ് എന്ന് പറയുന്നത് എത്ര ബൈറ്റ് ലോങ് ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, IP addresses are dash bytes long in IPv4 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ 32, ഓപ്ഷൻ ബി 64, ഓപ്ഷൻ സി 128, ഓപ്ഷൻ ഡി 256. ഓക്കെ, ഇതിൽ എത്ര ബൈറ്റ്, ഈ പറയുന്നതിൽ ഏത് ബൈറ്റ് ലോങ് ആണ് നമ്മുടെ IPv4നകത്തുള്ള IP അഡ്രസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 32 ആണ് കേട്ടോ. ഓപ്ഷൻ എ 32 ബൈറ്റ്സ് ലോങ് ആണ് എന്ത്? ഈ പറയുന്ന IP അഡ്രസ്സസ് ഇൻ IPv4. ഓക്കെ, IPv4ൽ IP അഡ്രസ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് 32 ബൈറ്റ് ലോങ്. ഓക്കെ, ഇനി 8th ക്വസ്റ്റ്യൻ. HTTP യൂസസ് പോർട്ട് ഡാഷ് ബൈ ഡിഫോൾട്ട്. ഏത് പോർട്ടാണ് HTTP ഡിഫോൾട്ട് ആയിട്ട് ഉപയോഗിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഡിഫോൾട്ട് ആയിട്ട് HTTP ഏത് പോർട്ടാണ് ഉപയോഗിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 25, ഓപ്ഷൻ സി 80, ഓപ്ഷൻ ഡി 443. ഇതിൽ ഏത് പോർട്ടാണ് HTTP ഡിഫോൾട്ട് ആയിട്ട് ഉപയോഗിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 80 ആണ് കേട്ടോ. 80 എന്നുള്ള പോർട്ടാണ് എന്ത് ചെയ്യുക? HTTP ഡിഫോൾട്ട് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 9th ക്വസ്റ്റ്യൻ. ദി ഡാഷ് മെത്തേഡ് ഇസ് യൂസ്ഡ് ടു റിട്രീവ് ഡേറ്റ ഫ്രം വെബ് സെർവർ. വെബ് സെർവറിൽ നിന്നും ഡേറ്റ റിട്രീവ് ചെയ്യാൻ ഏത് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ദി ഡാഷ് മെത്തേഡ് ഇസ് യൂസ്ഡ് ടു റിട്രീവ് ഡേറ്റ ഫ്രം എ സെർവർ. സെർവറിൽ നിന്നും ഏത് മെത്തേഡ് മുഖേനയാണ് നമ്മൾ ഡേറ്റ റിട്രീവ് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഗെറ്റ്, ഓപ്ഷൻ ബി പോസ്റ്റ്, ഓപ്ഷൻ സി പുട്ട്, ഓപ്ഷൻ ഡി ഡിലീറ്റ്. ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഗെറ്റ്. ഗെറ്റ് എന്ന് പറയുന്നത് എന്താണ്? കിട്ടുക എന്നുള്ളതാണ് അർത്ഥം വരുന്നത് അല്ലേ? നമുക്ക് 2 കൈൻഡ് ഓഫ് മെത്തേഡാണ് നമ്മൾ നോർമലി HTTPയിലൊക്കെ ഉപയോഗിക്കാറ്. ഗെറ്റും
പോസ്റ്റും. ഗെറ്റ് എന്ന് പറയുന്നത് ഡേറ്റ റിട്രീവ് ചെയ്യാനും, അതായത് വെബ് ബ്രൗസറിൽ അല്ലെങ്കിൽ വെബ് സെർവറിൽ നിന്നും ഡേറ്റ യൂസർക്ക് റിട്രീവ് ചെയ്യാനാണ് നമ്മൾ ഗെറ്റ് ഉപയോഗിക്കുന്നതും. അതുപോലെ ഡേറ്റ ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ സെർവറിലോട്ട് കൊടുക്കാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, പോസ്റ്റ് ചെയ്യുന്നതും. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഗെറ്റ് ആണ്. അപ്പൊ 9th ക്വസ്റ്റ്യൻ, ദി ഡാഷ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു റിട്രീവ് ഡേറ്റ ഫ്രം വെബ് സെർവർ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഗെറ്റ്. ദി ഗെറ്റ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു റിട്രീവ് ദി ഡേറ്റ ഫ്രം വെബ് സെർവർ ട്ടാ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10, FTP യൂസസ് 2 പോർട്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് അല്ലേ, സെൻഡറും വേണം റിസീവറും വേണം. അപ്പൊ നമുക്ക് അവിടെ കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്യണമെങ്കിൽ 2 പോർട്ട് വേണം. സെൻഡറിന് ഒരു പോർട്ട് വേണം, അതുപോലെ എന്താണ് റിസീവർക്കും ഒരു പോർട്ട് വേണം. വേണ്ടേ? ഒബ്വിയസ് ആയിട്ടും വേണം അല്ലേ. സോ FTP എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു സെൻഡറും വേണം, റിസീവറും വേണം. സെൻഡർക്കും ഒരു പോർട്ട് വേണം, അതുപോലെ റിസീവർക്കും ഒരു പോർട്ട് വേണം. സോ ഡാഷ് ഫോർ കമാൻഡ്സ് ആൻഡ് ഡാഷ് ഫോർ ഡേറ്റ. ഏതാണ് കമാൻഡ്സിന് യൂസ് ചെയ്യുന്ന പോർട്ടും അതുപോലെ തന്നെ ഏതാണ് ഡേറ്റയ്ക്ക് ഉപയോഗിക്കുന്ന പോർട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് 21ഉം 20ഉം. ഓക്കെ, ഈ FTP 21 എന്നുള്ള പോർട്ടാണ് നമ്മൾ കമാൻഡ്സ് കൊടുക്കാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ 20 എന്നുള്ള പോർട്ടാണ് എന്തിന് യൂസ് ചെയ്യുന്നത്, ഡാറ്റയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ 2 പോർട്ടാണ് ഉള്ളത്. ഏതൊക്കെയാണ്? 21 കമാൻഡ്സ് കൊടുക്കാൻ 21ഉം ഡേറ്റ റിട്രീവ് ചെയ്തെടുക്കാൻ 20ഉം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11, the dash command is used to download a file from FTP server. FTP സെർവറിൽ നിന്നും ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏത് കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് FTP സെർവറിൽ നിന്നും ഒരു ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഗെറ്റ്, ഓപ്ഷൻ ബി RETR, ഓപ്ഷൻ സി പുട്ട്, ഓപ്ഷൻ ഡി സ്റ്റോർ. ആൻസർ എന്ന് പറയുന്നത് ഗെറ്റ് ആണ് കേട്ടോ. ഈ ഗെറ്റ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് FTP സെർവറിൽ നിന്നും ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻ ഓർഡർ ടു ഡൗൺലോഡ് എ ഫയൽ അല്ലെങ്കിൽ ഒരു ഡാറ്റ റിട്രീവ് ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മൾ അവിടുത്തെ ഡാറ്റ യൂട്ടിലൈസ് ചെയ്യണം, നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ആ എടുക്കുക എന്നുള്ളൊരു മെത്തേഡിനെ നമ്മൾ പറയുന്നതാണ് ഗെറ്റ്. സോ ഇവിടെ നമുക്ക് എന്താ വേണ്ടത്, FTP ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള കമാൻഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഗെറ്റ് കമാൻഡ് വഴിയാണ് എന്ത് ചെയ്യുക, FTP നമ്മൾ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട്. ഓക്കെ, ഇനി question number 12. In the question, which of the following is not a primary goal of network security? നെറ്റ്വർക്ക് സെക്യൂരിറ്റിയുടെ ഒരു തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഒരു പ്രൈമറി ഗോൾ അല്ലാത്തത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പ്രൈമറി ഗോൾ ഓഫ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡേറ്റ കോൺഫിഡൻഷ്യാലിറ്റി, ഓപ്ഷൻ ബി ഡേറ്റ അവൈലബിലിറ്റി, ഓപ്ഷൻ സി യൂസർ കൺവീനിയൻസ്, ഓപ്ഷൻ ഡി ഡേറ്റ ഇൻറ്റഗ്രിറ്റി. ഈ 4 ഓപ്ഷൻസിൽ തന്നതിൽ ഇതിൽ ഏതാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റിയുടെ പ്രൈമറി ഗോൾ അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡാറ്റ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഗോൾ ഓഫ് ദി നെറ്റ്വർക്ക് സെക്യൂരിറ്റി. കോൺഫിഡൻഷ്യൽ ആയിട്ട് ഡേറ്റ നമ്മൾ സെൻഡ് ചെയ്യുക അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് നെറ്റ്വർക്കിന്റെ ഒരു പ്രൈമറി ഗോൾ തന്നെയാണ് അല്ലേ. ഇനി ഡാറ്റ അവൈലബിലിറ്റി, അടുത്തൊരു പ്രൈമറി ഗോൾ തന്നെയാണ് അവൈലബിലിറ്റി ഓഫ് ദി ഡേറ്റ. നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ ചാനലിൽ കൂടെ ഡേറ്റ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പാസ് ചെയ്യണം അല്ലേ. സോ ഡാറ്റ അവൈലബിലിറ്റി എന്ന് പറയുന്നതും ഒരു നെറ്റ്വർക്ക് സെക്യൂരിറ്റിയുടെ ഒരു ഗോൾ തന്നെയാണെന്ന് പറയാം. ഡേറ്റ ഇൻറ്റഗ്രിറ്റി അതും എന്താണ്, ഈ പറയുന്ന നെറ്റ്വർക്ക് സെക്യൂരിറ്റിയുടെ ഒരു ഗോളാണ്. ഇവിടെ ഗോൾ അല്ലാതെ ആയിട്ട് ആകെ ഒരെണ്ണേ ഇരിക്കുന്നത്, വിച്ച് ഈസ് യൂസർ കൺവീനിയൻസ്. യൂസർ കൺവീനിയൻസ് മാത്രമാണ് എന്ത് നെറ്റ്വർക്ക് സെക്യൂരിറ്റിയുടെ ഒരു ഗോൾ അല്ലാതെ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഉള്ളൂ. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, യൂസർ കൺവീനിയൻസ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13. A firewall is a security device that എന്താ ചെയ്യുക, ഫയർവാൾ എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി ഡിവൈസ് ആണ്. അത് എന്തിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എൻക്രിപ്റ്റ് ദി ഡേറ്റ, ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്യാനാണോ. ഓപ്ഷൻ ബി മോണിറ്റേഴ്സ് ആൻഡ് കൺട്രോൾസ് നെറ്റ്വർക്ക് ട്രാഫിക്, നെറ്റ്വർക്കിലുള്ള ട്രാഫിക് മോണിറ്റർ ചെയ്യാനും അതുപോലെ കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടാണോ നമ്മൾ ഫയർവാൾ ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഐഡന്റിഫൈസ് ആൻഡ് റിമൂവ്സ് മാൽവെയർ, മാൽവെയർ ഐഡന്റിഫൈ ചെയ്ത് റിമൂവ് ചെയ്യാനാണോ. അതോ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ബാക്കപ്പ് ഡേറ്റ റെഗുലർ ആയിട്ട് ഡേറ്റ ബാക്കപ്പ് ചെയ്യാണോ ഈ ഫയർവാളിന്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്
monitors and controls network traffic. അതായത് ഒരു നെറ്റ്വർക്കിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ നിരീക്ഷിക്കാൻ അല്ലെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാനും കൂടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫയർവാൾ ഉപയോഗിക്കണം. ഓക്കെ, ഇൻ ഓർഡർ ടു മോണിറ്റർ ആൻഡ് കൺട്രോൾ നെറ്റ്വർക്ക് ട്രാഫിക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, ഫയർവാൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14, ഫിഷിംഗ് അറ്റാക്സ്. എന്താണ് ഫിഷിംഗ് അറ്റാക്ക് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, exploit software vulnerabilities that gain access to the system. Option B, trick users into revealing sensitive information like password. Option C, involve infecting computers with malicious software. Option D, it can involve all of the above എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് exploit the software vulnerabilities to gain access to the system. സിസ്റ്റത്തിലേക്ക് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് എനി കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ വൾണറബിലിറ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് യൂസേഴ്സിനെ ട്രിക്ക് ചെയ്തിട്ട് സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് പാസ്വേഡ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ നെറ്റ്വർക്കിലേക്ക് കയറുക. അതാണ് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്. തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ഇൻഫെക്റ്റിംഗ് കമ്പ്യൂട്ടേഴ്സ് വിത്ത് മലീഷ്യസ് സോഫ്റ്റ്വെയർ. മലീഷ്യസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട് സിസ്റ്റത്തിനെ നമ്മൾ അറ്റാക്ക് ചെയ്യുകയാണോ, അത് ഓപ്ഷൻ ഡി. ഈ പറഞ്ഞ മൂന്നും ഈ ഫിഷിംഗ് എന്ന് പറയുന്നതിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മുകളിൽ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമ്പർ എ, ബി, സി ഇതെല്ലാം കൂടി ടുഗെദർ ആണ് എന്ത് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഡി, ക്യാൻ ഇൻവോൾവ് ആൾ ഓഫ് ദി എബോവ്. എല്ലാം എന്താണ് ഫിഷിംഗ് അറ്റാക്ക് തന്നെയാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15, how vulnerability is. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് vulnerability എന്നുള്ളത് നേരത്തെ നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ നോർമലി ഒരു vulnerability എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, എ സ്ട്രോങ് സെക്യൂരിറ്റി മെഷർ. ഒരു സ്ട്രോങ് ആയിട്ടുള്ള സെക്യൂരിറ്റി മെഷറിനെ ആണോ നമ്മൾ vulnerability എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി, a weakness in a system that attackers can exploit. അതായത് ഒരു അറ്റാക്കർക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സിസ്റ്റത്തിന്റെ വീക്ക്നെസ്സിനെയാണോ നമ്മൾ വൾണറബിലിറ്റി എന്ന് പറയുന്നത്. ഓപ്ഷൻ സി, ടൈപ്പ് ഓഫ് എൻക്രിപ്ഷൻ ആൽഗോരിതം. ഒരു എൻക്രിപ്ഷൻ ആൽഗോരിതത്തിന്റെ ടൈപ്പിനെയാണോ നമ്മൾ വൾണറബിലിറ്റി എന്ന് പറയുന്നത്. അതോ ഓപ്ഷൻ ഡി, ഇതൊന്നുമല്ലേ, നൺ ഓഫ് ദി എബോവ് ആണോ ഒരു വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി, a weakness in a system that attackers can exploit. അറ്റാക്കേഴ്സിന് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റാവുന്ന തരത്തിൽ ഒരു സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന വീക്ക്നെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വൾണറബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു അറ്റാക്കർ വന്നിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിസ്റ്റം വീക്ക് ആണെന്നുണ്ടെങ്കിൽ അത് എക്സ്പ്ലോയിറ്റ് ആയി പോകും. ആ വീക്ക്നെസ്സിനെ കണ്ടുപിടിച്ച് ആ സിസ്റ്റത്തിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയ, അങ്ങനെ എക്സ്പ്ലോയിറ്റ് ആവുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വൾണറബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, question number 16, intrusion detection system and intrusion prevention systems works by. എന്ത് യൂസ് ചെയ്തിട്ടാണ് ഈ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റവും അതുപോലെ തന്നെ ഇൻട്രൂഷൻ പ്രിവെൻഷൻ സിസ്റ്റവും വർക്ക് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ബ്ലോക്കിംഗ് ഓൾ ദി നെറ്റ്വർക്ക് ട്രാഫിക്. ഓപ്ഷൻ ബി, മോണിറ്ററിംഗ് നെറ്റ്വർക്ക് ആക്ടിവിറ്റി ഫോർ സസ്പീഷ്യസ് ബിഹേവിയർ. ഓപ്ഷൻ സി, എൻക്രിപ്റ്റിംഗ് ഓൾ ദി ഡേറ്റ. ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് നൺ ഓഫ് ദി എബോവ്. ഇതിൽ ഏത് രീതിയിലായിരിക്കും ഈ IDSും IPSും വർക്ക് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ബ്ലോക്കിംഗ്, അതായത് എല്ലാ നെറ്റ്വർക്ക് ട്രാഫിക്കും ബ്ലോക്ക് ചെയ്തിട്ടാണോ ഈ IDS IPS വർക്ക് ചെയ്യുക, അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് എല്ലാ കൈൻഡ് ഓഫ് ബിഹേവിയറും മോണിറ്റർ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നതിനെയാണോ IPS ആൻഡ് IDS എന്ന് നമ്മൾ പറയുന്നത്. അതോ ഡേറ്റാസിനെ എല്ലാം എൻക്രിപ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണോ പറയുന്നത്, അതോ നൺ ഓഫ് ദി എബോവ്, ഇതൊന്നുമല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി, മോണിറ്റർ ആൻഡ് നെറ്റ്വർക്ക് ആക്ടിവിറ്റി ഫോർ സസ്പീഷ്യസ് ബിഹേവിയർ. എനി കൈൻഡ് ഓഫ് സസ്പീഷ്യസ് ബിഹേവിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു നെറ്റ്വർക്ക് ആക്ടിവിറ്റിയിൽ നമ്മൾ മോണിറ്റർ ചെയ്യുന്ന ആ ഒരു വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഇൻട്രൂഷൻ പ്രിവെൻഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ബൈ മോണിറ്ററിംഗ് ദി നെറ്റ്വർക്ക് ആക്ടിവിറ്റി ഫോർ എ സസ്പീഷ്യസ് ബിഹേവിയർ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 17, DHCP സ്റ്റാൻഡ്സ് ഫോർ. എന്തിനാണ് നമ്മൾ DHCP, നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ട് DHCP സ്റ്റാൻഡ്സ് ഫോർ എന്നുള്ളത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഡൈനാമിക്
host configuration protocol. Option B, dynamic host control protocol. Option C, dynamic host connection protocol. Option D, dynamic host communication protocol. ഇതിൽ 4 എണ്ണത്തിൽ എന്താണ് DHCPയുടെ കറക്റ്റ് ആയിട്ടുള്ള ഫുൾ ഫോം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ ആണ് കേട്ടോ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ ആണെന്ന് DHCP എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the primary purpose of DHCP? അതായത് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോളിന്റെ ഒരു പ്രൈമറി പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, to assign IP address to device on a network automatically. അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യണം, IP അഡ്രസ്സിനെ ഡിവൈസസിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കലാണോ DHCPയുടെ പ്രൈമറി ആയിട്ടുള്ള പർപ്പസ്? അതോ ഓപ്ഷൻ ബി, to block unauthorized access to a network. ഒരു നെറ്റ്വർക്കിലേക്ക് എനി കൈൻഡ് ഓഫ് അൺഓതറൈസ്ഡ് ആക്സസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യുകയാണോ? അതോ ഓപ്ഷൻ സി, ടു എൻക്രിപ്റ്റ് ഡേറ്റ ട്രാൻസ്മിഷൻസ് ഓൺ എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിൽ കൂടെ ഡാറ്റ ട്രാൻസ്മിഷൻസ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ എൻക്രിപ്റ്റ് ചെയ്യലാണോ? അതോ ഓപ്ഷൻ ഡി, ടു പ്രൊവൈഡ് നെയിം റെസൊല്യൂഷൻ സർവീസസ്. എനി കൈൻഡ് ഓഫ് റെസൊല്യൂഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യലാണോ ഈ DHCPയുടെ പ്രൈമറി പർപ്പസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. ഓക്കെ, ദ പ്രൈമറി പർപ്പസ് ഓഫ് DHCP എന്ന് പറയുന്നത് എന്താണ്? ടു അസൈൻ IP അഡ്രസ്സസ് ടു ദ ഡിവൈസസ് ഓൺ എ നെറ്റ്വർക്ക് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ 18th ക്വസ്റ്റ്യൻ്റെ ആൻസർ, അതായത് വാട്ട് ഈസ് ദി പ്രൈമറി പർപ്പസ് ഓഫ് DHCPയുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇൻ ഓർഡർ ടു assign IP addresses to the devices on a network automatically. അതാണ് DHCPയുടെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 19, which UDP ports are used by DHCP? DHCP യൂസ് ചെയ്യുന്ന UDP ports ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, UDP ports are used by ഏതൊക്കെ UDP ports ആണ് DHCPയിൽ യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ 67 and 68. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 67 and 68. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 53 and 67. ഓപ്ഷൻ സി എന്ന് പറയുന്നത് 80 and 443. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 20 and 21. ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏത് UDP പോർട്സ് ആണ് DHCP യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 67 and 68. ഓക്കെ, 67 and 68 യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന UDP പോർട്സ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20, what are the 4 main steps in DHCP process? DHCP പ്രോസസ്സിന്റെ മെയിൻ ആയിട്ടുള്ള 4 സ്റ്റെപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡിസ്കവറി, ഓഫർ, റിക്വസ്റ്റ്, അക്നോളജ്മെന്റ്. ഓപ്ഷൻ ബി ഓഫർ, റിക്വസ്റ്റ്, അക്നോളജ്മെന്റ്, റിന്യൂവൽ. ഓപ്ഷൻ സി ഡിസ്കവറി, ഓഫർ, റിന്യൂവൽ, റിലീസ്. അതോ ഓപ്ഷൻ ഡി റിക്വസ്റ്റ്, അക്നോളജ്മെന്റ്, റിന്യൂവൽ, റിലീസ്. ഈ 4 മെയിൻ സ്റ്റെപ്പിൽ ഏതാണ് DHCPയുടെ പ്രോസസ് ചെയ്യുന്ന മെയിൻ സ്റ്റെപ്പ് എന്ന് നോക്കാം. ഓപ്ഷൻ എ ഡിസ്കവറി, ഓഫർ, റിക്വസ്റ്റ്, അക്നോളജ്മെന്റ് ആണ്. ആദ്യം നെറ്റ്വർക്ക് ഡിവൈസ് ഡിസ്കവർ ചെയ്യുക, ആൻഡ് ദെൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓഫർ ചെയ്യുക. ഓഫർ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യണം, റിക്വസ്റ്റ് ചെയ്യണം. റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്ലൈ എന്താവും, അക്നോളജ്മെന്റ് ആയിട്ട് സെൻഡ് ചെയ്യണം. അപ്പോൾ ഓപ്ഷൻ എ ആണ് എന്ത് DHCP പ്രോസസ്സിന്റെ 4 മെയിൻ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഡിസ്കവറി, ഓഫർ, റിക്വസ്റ്റ് ആൻഡ് അക്നോളജ്മെന്റ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 21, വാട്ട് ഡസ് DNS സ്റ്റാൻഡ് ഫോർ? DNS എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡൈനാമിക് നെറ്റ്വർക്ക് സിസ്റ്റം. ഓപ്ഷൻ ബി ഡൊമൈൻ നെയിം സിസ്റ്റംസ്. ഓപ്ഷൻ സി ഡിജിറ്റൽ നെറ്റ്വർക്ക് സിസ്റ്റംസ്. ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് നെയിം സിസ്റ്റം. ഇതിൽ ഏതാണ് DNS എന്നുള്ളത് സ്റ്റാൻഡ്സ് ഫോർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, the DNS stands for എന്താണ്? What does the DNS stands for? It stands for basically domain name system. എന്ന് നമ്മൾ ഇന്റർനെറ്റിന്റെ ഇതിലാണെങ്കിൽ ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് തന്നെയാണ് പറയാറ്. പക്ഷേ എന്താണ്, ചിലയിടത്ത് നമ്മൾ DNSന് നമ്മൾ ഡൊമൈൻ നെയിം സെർവർ എന്ന് പറയാറുണ്ട്. പക്ഷെ ആക്ച്വലി എന്താണ്, ഡൊമൈൻ നെയിം സിസ്റ്റം ആണ് അത് കേട്ടോ. എന്താണ്? ഡൊമൈൻ നെയിം
സിസ്റ്റം. ഓക്കെ, DNS സെർവർ എന്ന് പറയുന്നത് എന്താണ്? ഡൊമൈൻ നെയിം സിസ്റ്റം സെർവർ ആണ്. ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ട് ഡൊമൈൻ നെയിം സെർവേഴ്സ് എന്ന് പറയാറുണ്ട് കേട്ടോ. നമ്മളാണെങ്കിലും പറയും ഡൊമൈൻ നെയിം സെർവർ എന്ന് പറയാറുണ്ട്, പക്ഷെ ആക്ച്വൽ ആയിട്ട് അതിനെ പറയുന്നത് ഡൊമൈൻ നെയിം സിസ്റ്റം സെർവർ എന്നാണ്. ഓക്കെ, അപ്പോൾ വാട്ട് ഡസ് DNS മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? DNS മീൻസ് ഇറ്റ് ഈസ് ഡൊമൈൻ നെയിം സിസ്റ്റം കേട്ടോ. ഡൊമൈൻ നെയിം സിസ്റ്റം ആണ് എന്ത്? DNS എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 22. വാട്ട് ഈസ് ദി പ്രൈമറി ഫംഗ്ഷൻ ഓഫ് DNS? DNSന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ടു അസൈൻ IP അഡ്രസ്സസ് ടു ഡിവൈസസ് ഓൺ എ നെറ്റ്വർക്ക്. നെറ്റ്വർക്കിലുള്ള ഡിവൈസസിനൊക്കെ IP അഡ്രസ് അസൈൻ ചെയ്യലാണോ DNSന്റെ പ്രൈമറി ഫംഗ്ഷൻ? അതോ ഓപ്ഷൻ നമ്പർ ബി ടു റൂട്ട് ഡേറ്റ പാക്കറ്റ്സ് ബിറ്റ്വീൻ നെറ്റ്വർക്ക്സ് തമ്മിൽ, അതായത് രണ്ട് നെറ്റ്വർക്ക് ഉണ്ട് വിചാരിക്കുക, അവരുടെ ഇടയിൽ കൂടെ നമ്മൾ ഡാറ്റ പാക്കറ്റ്സ് റൂട്ട് ചെയ്യലാണോ ഈ പറയുന്ന DNSന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്? അതോ ടു ട്രാൻസ്ലേറ്റ് ദി ഡൊമൈൻ നെയിംസ് ഇൻ ടു IP അഡ്രസ്, അതായത് ഡൊമൈൻ നെയിമിനെ അതിൻ്റെ കറസ്പോണ്ടിങ് IP അഡ്രസ്സിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യലാണോ ഈ DNSന്റെ പ്രൈമറി ഫംഗ്ഷൻ? അതോ ടു പ്രൊവൈഡ് ദി സെക്യൂരിറ്റി ഫോർ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷന് ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യലാണോ DNSന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. എന്താണ് DNSന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഇൻ ഓർഡർ ടു ട്രാൻസ്ലേറ്റ് ദി ഡൊമൈൻ നെയിം ഇൻ ടു IP അഡ്രസ്. യൂസർ കൊടുക്കുന്ന ഡൊമൈൻ നെയിമിനെ അതിന്റെ കൺസേൺ IP അഡ്രസ്സിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഡൊമൈൻ നെയിം സിസ്റ്റംസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൽ ഓപ്ഷൻ എ ടു അസൈൻ IP അഡ്രസ്സസ് ടു ഡിവൈസസ് ഓൺ എ നെറ്റ്വർക്ക്, അത് ആരാ ചെയ്യുക? DHCP പ്രോട്ടോകോൾ ആണ്. അതിന്റെ ഓപ്ഷൻ 1 എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന അസൈനിങ് ഓഫ് ദിസ് IP അഡ്രസ്സസ് ഓൺ ടു ദ ഡിവൈസസ് ഓഫ് എ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ഇറ്റ് ഈസ് ദി പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദി DHCP. വേറാസ് ദി പ്രൈമറി ഫംഗ്ഷൻ ഓഫ് DNS എന്ന് പറയുന്നത് എന്താണ്? It translates the domain names into the IP address. IP അഡ്രസ്സിലായിട്ട് ഡൊമൈൻ നെയിമിനെ ട്രാൻസ്ലേറ്റ് ചെയ്യലാണ് എന്ത്? DNSന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 23. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് DNS റെക്കോർഡ്? ഇത് തന്നിരിക്കുന്നതിൽ ഏതാണ് DNS റെക്കോർഡിന്റെ ടൈപ്പ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ റെക്കോർഡ്, ഓപ്ഷൻ ബി MX റെക്കോർഡ്, ഓപ്ഷൻ സി CNAME റെക്കോർഡ് ആൻഡ് ഓപ്ഷൻ ഡി FTP റെക്കോർഡ്. ഈ തന്നിരിക്കുന്ന 4 റെക്കോർഡുകളിലും ഏതാണ് DNSന്റെ ടൈപ്പിലല്ലാത്ത റെക്കോർഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ FTP റെക്കോർഡാണ് കേട്ടോ. ഇത് FTP റെക്കോർഡ് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഫയൽ ടൈപ്പ് റെക്കോർഡാണ്. ഇതൊരിക്കലും എന്തല്ല? ഒരു കൈൻഡ് ഓഫ് DNS റെക്കോർഡ് അല്ല. DNS റെക്കോർഡ് എന്ന് പറയുന്നത് ഡൊമൈൻ നെയിംസ് അടങ്ങിയിട്ടുള്ള റെക്കോർഡാണ്. അതൊരിക്കലും ഒരു ഫയൽ കൺസിസ്റ്റ് ചെയ്യുന്ന ഒന്നായിരിക്കില്ല. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? FTP റെക്കോർഡ് എന്നാണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് DNS റെക്കോർഡ് എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് FTP റെക്കോർഡാണ് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 24. വാട്ട് ഈസ് എ DNS സെർവർ? എന്താണ് ഒരു DNS സെർവർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ a computer that stores and manages DNS record. അതായത് DNS സെർവർ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ ആണ്. അത് കംപ്ലീറ്റ് ആയിട്ടുള്ള DNS റെക്കോർഡിനെ സ്റ്റോർ ചെയ്യും, അതുപോലെ മാനേജ് ചെയ്യുകയും ചെയ്യും. അതാണ് എന്ത്? ഓപ്ഷൻ എ എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ ബി എന്ന് പറയുന്നതോ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ദാറ്റ് റൺസ് ഓൺ എ വെബ് സെർവർ. വെബ് സെർവറിൽ റൺ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം ആണ്. ഇനി ഓപ്ഷൻ സി എന്ന് പറയുന്നത് എന്താണ്? എ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ഫയർവാൾ. ഒരു കൈൻഡ് ഓഫ് നെറ്റ്വർക്ക് ഫയർവാൾ ആണ് DNS സെർവർ എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ഡി ഡിവൈസ് ദാറ്റ് കണക്ട്സ് ടു നെറ്റ്വർക്ക്സ് ടുഗെദർ. രണ്ട് നെറ്റ്വർക്ക്സിനെ ടുഗെദർ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്? DNS സെർവർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്തായിരിക്കും? വാട്ട് ഈസ് എ DNS സെർവർ? DNS സെർവർ എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദ്യം. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ ദാറ്റ് സ്റ്റോർസ് ആൻഡ് മാനേജസ് DNS റെക്കോർഡ്. ഒരു കമ്പ്യൂട്ടർ അതെന്ത് ചെയ്യും? DNS റെക്കോർഡുകളെല്ലാം സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ എന്ത് പറയുക? DNS സെർവർ എന്ന് പറയുക. ഓക്കെ, അതായത് യൂസർ എന്ത് ചെയ്യണം? ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു DNS റെക്കോർഡിനെ നമ്മൾ മാനേജ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ എന്ത് പറയുക? DNS സെർവേഴ്സ് എന്ന് പറയുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വാട്ട് ഈസ് DNS ക്യാഷ്? എന്താണ് ഒരു DNS ക്യാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാഷ് മെമ്മറി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ DNS ക്യാഷ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷൻ ഫോർ DNS റെക്കോർഡ്സ് ഓൺ ലോക്കൽ ഡിവൈസ്. ഒരു ടെമ്പററി സ്റ്റോറേജ് റെക്കോർഡാണ്, ഒരു ലോക്കൽ ഡിവൈസിൽ നമ്മൾ ഉപയോഗിക്കുന്ന DNS റെക്കോർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷൻ ആണോ, അതോ ടൈപ്പ് ഓഫ് DNS സെർവർ, എനി കൈൻഡ് ഓഫ് DNS സെർവർ ആണോ ഈ DNS ക്യാഷ് എന്ന് പറയുന്നത്, അതോ സെക്യൂരിറ്റി ഫീച്ചർ ദാറ്റ് പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് DNS പോയ്സണിങ് അറ്റാക്ക്. DNS പോയ്സണിങ് അറ്റാക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെക്യൂരിറ്റി ഫീച്ചർ ആണോ, അതോ ടൂൾ ഫോർ ട്രബിൾ ഷൂട്ടിംഗ് DNS പ്രോബ്ലം, ഒരു ഈ DNSന്റെ പ്രോബ്ലം ഒക്കെ ട്രബിൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണോ ഈ പറയുന്ന DNS ക്യാഷ് എന്ന് പറയുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ. ക്യാഷ് എന്ന് പറയുന്നത് വി നോ ദാറ്റ് ഇറ്റ് ഈസ് എ ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷൻ അല്ലേ. സോ ദിസ് DNS ക്യാഷ് എന്ന് പറയുന്നത് DNS റെക്കോർഡ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെമ്പററി ലൊക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുക, DNS ക്യാഷ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ് കേട്ടോ. Hope you understood the classes and the MCQ questions. Thank you.